അങ്കണവാടി പുതിയ മന്ദിരം നിർമ്മിച്ച് സ്മാർട്ടാക്കി. ഗ്രാമപഞ്ചായത്താണ് കെട്ടിടം നിർമ്മിച്ചത്. കവളങ്ങാട് പഞ്ചായത്തിലെ 6ാം വാർഡിലെ അങ്കണവാടിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അങ്കണവാടി സ്മാർട്ട് അങ്കണവാടിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. പടിക്കാട്ട് തോമസ് പോൾ സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത്. 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. സ്മാർട്ട് അങ്കണവാടിയാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്താണ് ഫണ്ട് നൽകിയത്. ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അംഗൻവാടി ഹെൽപ്പർമാരും ടീച്ചർമാരും മുഖേനയാണ് സമൂഹത്തിൽ പല പല വിഷയങ്ങളിലും കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു അന്തരീക്ഷം, പഠന അന്തരീക്ഷം അവരുടെ ആദ്യ കാലഘട്ടത്തിൽ, തുടക്ക കാലഘട്ടത്തിൽ ലഭിക്കണമെങ്കിൽ നല്ല മികച്ച സൗകര്യങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇവിടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ കവളങ്ങാട് പഞ്ചായത്തും ഒത്തുചേർന്നുകൊണ്ട് ഒരു സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചായത്ത് നല്ല രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ സ്മാർട്ട് അംഗൻവാടിയാക്കുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്തി. അതുവഴിയായി ഈ ബ്ലോക്കിൻ്റെ പരിധിയിലുള്ള എല്ലാ അംഗൻവാടികളും ഇന്നിപ്പോൾ സ്മാർട്ട് അംഗൻവാടി എന്നുള്ള ആ ഒരു വിശേഷണത്തിന് ആ ഒരു തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ലിസി ജോളി, ഉഷ ശിവൻ, ജിൻസി മാത്യു, രാജേഷ് കുഞ്ഞുമോൻ, തോമാച്ചൻ ചാക്കോച്ചൻ, ജിൻസിയ ബിജു, രാജി N നായർ, ജെയ്മോൻ ജോസ്, PMA കരീം, ബിനോയ് ബ്ലായിൽ, വർഗീസ് ചേറാടി, ലിനോ തോമസ്, എൽദോസ് പ്ലാങ്കുടി, MP സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. അങ്കണവാടിക്ക് സ്ഥലം നൽകിയ തോമസ് പോൾ, മികച്ച പബ്ലിക് ഹെൽത്ത് നേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട ജിമോൾ എൽദോസ്, പോൾവാൾട്ടിൽ ദേശീയ സ്വർണ്ണ മെഡൽ നേതാവ് ജീന ബേസിൽ, അങ്കണവാടി വർക്കർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് PK രാധിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ സൈജൻ ചാക്കോ സ്വാഗതവും ലൈസ തോമസ് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ് കവളങ്ങാട്.